നമസ്കാരം. വ്യത്യസ്തമായ രുചികൾ തേടി എത്ര ദൂരം വേണമെങ്കിലും മലയാളികൾ സഞ്ചരിക്കാറുണ്ട്. അത്തരത്തിൽ രുചിയുടെ കലവറയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ കോതനല്ലൂരുള്ള ചില്ലീസ് BBQ റെസ്റ്റോറൻറ്റ് ആൻഡ് ബേക്കേഴ്സ്. വ്യത്യസ്തമായ ഒരുപാട് ടേസ്റ്റി ഫുഡുകളാണ് ഇവിടെയുള്ളത്. ഇവിടുത്തെ ഒരു തിരക്ക് കാണുമ്പോൾ തന്നെ നമുക്കറിയാം. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ, ഇവിടുത്തെ രുചിക്കൂട്ടുകൾ നമുക്ക് ലൈവ് ടിവിയുടെ രുചിക്കൂട്ടിലൂടെ ഒന്ന് പരിചയപ്പെടാം. ലെറ്റ്സ് ചിൽ വിത്ത് ചില്ലീസ്. അപ്പോൾ നമ്മുടെ ചില്ലീസിൻ്റെ രുചിക്കൂട്ടിൻ്റെ കലവറയുടെ കാവൽക്കാരൻ നമ്മുടെ പ്രിയപ്പെട്ട ഓണർ സ്റ്റീഫൻ ചേട്ടനാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരമുണ്ട്. ഇതിപ്പോൾ എത്ര വർഷമായി ഈ ഒരു രുചിക്കൂട്ട്, ഈ ഒരു കലവറ തുടങ്ങിയിട്ട്? കലവറ 2 വർഷമായിട്ട്. 2 വർഷമായിട്ടുണ്ട്. കാര്യം ഇവിടേക്ക് കയറി വരുമ്പോൾ തന്നെ ആ വാചകം പോലെ ഞാൻ 2-3 പ്രാവശ്യം പറഞ്ഞു, ലെറ്റ്സ് ചിൽ വിത്ത് ചില്ലീസ്. വല്ലാത്തൊരു വൈബാണ്, ഭയങ്കര ഒരു സന്തോഷം. എന്താണ് ഇങ്ങനെ ഒരു ആംബിയൻസിൻ്റെ രഹസ്യം? ആംബിയൻസ് എൻ്റെ ചെറുപ്പം മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു. ഞാൻ ഹോട്ടൽ മാനേജർ കഴിഞ്ഞ് 20 വർഷം ഞാൻ യു എയിലായിരുന്നു. അത് ശരി. അത് സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങുക, നമ്മളറിയുന്ന ഫീൽഡ് തുടങ്ങണം എന്നുള്ള ഒരു ആളുകൾക്ക് സന്തോഷത്തോടെ ഫുഡ് കൊടുക്കണം. 4 പേര് എല്ലാവരും ഹെൽത്തി ആയിരിക്കണം, അതാണ് നമ്മുടെ ലക്ഷ്യം. അത് ശരി. തുടങ്ങിയിട്ട് ഇപ്പം 3 വർഷത്തോളമായി. ഹാപ്പിയാണ്? എല്ലാവരും നല്ല സഹകരണമാണ്. അത് ശരി. ഫുഡാണെങ്കിലും ശരി, ഇവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണെങ്കിലും ശരി, എല്ലാവരും ഷെഫ്മാരെല്ലാം വെളിയിൽ വർക്ക് ചെയ്തിട്ടുള്ള സ്റ്റാഫാണ്. എക്സ്പീരിയൻസ് ആയിട്ടുള്ള സ്റ്റാഫ് മാത്രമേ. അത് ശരി. ചില്ലീസി വന്നപ്പോൾ നമ്മുടെ യോയോ, നമ്മുടെ ക്രിസ്റ്റോയെ കണ്ടു. അടിപൊളി. എന്ന് ഇവിടെ വരുന്ന ആളാണ്. ഇവിടുത്തെ വെറൈറ്റി ഫുഡാണെന്നാണ് പറഞ്ഞത്. ക്രിസ്റ്റോ, എങ്ങനെയാണ് ഇവിടുത്തെ ഫുഡ്? അടിപൊളി ഫുഡ് ആണല്ലേ, പറയാനില്ല. അപ്പം നിങ്ങളുടെയൊക്കെ ആ കാലഘട്ടത്തിന് ചേർന്ന ഫുഡുകളാണ് കിട്ടുന്നത് അല്ലേ? അതെ. ഹാപ്പിയാണോ? അൽഫാം, തന്തൂരി എല്ലാം കിട്ടും ആണല്ലേ? അപ്പോൾ ഇവിടുത്തെ ആ പരസ്യ വാചകം പോലെ ലെറ്റ്സ് ചിൽ വിത്ത് ചില്ലീസ്. താങ്ക് യു. എന്തൊക്കെ വെറൈറ്റി ഡിഷസ് ആണുള്ളത്? മനോഹരമായിട്ട് അലങ്കരിച്ചിരിക്കുന്ന ഒരു ഡിഷ് ഇവിടെ ഉണ്ട്. ഇതെന്താണ്? ഇവിടെ ഡ്രാഗൺ അൽഫാമാണ്. ശരി. ഡ്രാഗൺ അൽഫാം ഫയർ. അതാണ് വിത്ത് ഫയറാണ്. അപ്പം മെയിനായിട്ട് ഇവിടെയുള്ള കൂടുതലായിട്ട് പോകുന്ന ഡിഷ് എന്ന് പറയുന്നത് ബാർബിക്യൂ ആണ്. തന്തൂരി ഐറ്റമാണ്. അത് ശരി. തന്തൂരി സ്പെഷ്യലിസ്റ്റാണ് നമ്മൾ ഇവിടെ. ഷെഫുകളല്ലേ? ഷെഫുകളെല്ലാം അത് ശരി. നല്ല രീതിയിൽ ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ മനോഹരമാണ്. നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ആ മണവും സ്വല്ലമൊക്കെ ഇങ്ങനെ ആകർഷിച്ച് വരുവാണ് കേട്ടോ. അടിപൊളി കിടും. പിന്നെ മറ്റെന്തൊക്കെയാണ് വെറൈറ്റി ഡിഷസ്? വെറൈറ്റി ചൈനീസ് ഉണ്ട്, കോണ്ടിനെൻ്റലുണ്ട്, സിസിലർ ഐറ്റംസ് ഉണ്ട്. ചൈനീസ് നോർമലായിട്ടുള്ള ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, ഇങ്ങനെയുള്ള ഐറ്റംസാണ്. എങ്കിലും ആളുകൾ കൂടുതലായിട്ട് ആവശ്യപ്പെടുന്നത് ഇപ്പോൾ ഈ ഡ്രാഗൺ ആണോ അതോ വേറെ എന്തൊക്കെയാണ് ആവശ്യപ്പെടുന്നത്? കൂടുതലായിട്ട് ഈവനിങ് ടൈം വിത്ത് ഫാമിലി ആയിട്ട് ബാർബിക്യൂ. പിന്നെ അതിനോടൊപ്പം തന്നെ ചൈനീസ് ഫുഡും കഴിക്കാനായിട്ടാണ് കൂടുതൽ ആൾക്കാർ വരുന്നത്. അത് ശരി. അതേപോലെ നമുക്ക് ഹോം ഡെലിവറി സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? അതെ, ഹോം ഡെലിവറി ഇവിടെ എല്ലാ ഈ ഏരിയ മൊത്തം നമ്മൾ കവറപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ? ഇത് കോതനല്ലൂരാണ്. അത് ശരി. കോട്ടയം എറണാകുളം റോഡ് KK റോഡിൽ കോതനല്ലൂർ ഏറ്റുമാനൂരിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ ഇപ്പുറമാണ്. അത് ശരി. ഞാനിവിടേക്ക് കടന്നു വന്നപ്പോൾ ശരിക്കും എൻ്റെ മനസ്സിന് ആദ്യം ചില്ലാക്കി എന്താണെന്നറിയോ? ഇവിടുത്തെ സ്റ്റാഫുകളുടെ ഒരു സമീപനം. അതെങ്ങനെയാണ്? താങ്കൾ പറഞ്ഞു കൊടുത്തതാണോ അതോ അവരുടെ ഒരു സ്വന്തം സ്ഥാപനം പോലെ വരുന്നുണ്ടാണോ? ഇല്ല, ഞാൻ ഇൻ്റർവ്യൂ എടുക്കുന്ന സ്റ്റാഫിനെ അങ്ങനെയുള്ള ആൾക്കാരെ മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. നമ്മുടെ എല്ലാ ഡയറക്ഷനിലാണ്. അതെ, മെയിനായിട്ട് ഞാൻ നമ്മുടെ മലയാളികളെ മാത്രമാണ് കിച്ചണിൽ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത്. അത് ശരി. പിന്നെ അതിനോടൊപ്പം എല്ലാവരും ഉണ്ടെങ്കിലും ഷെഫുമാർ മലയാളികളാണെങ്കിലേ ഉള്ളൂ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു പ്രോപ്പർ വേയിൽ
നമ്മുടെ നാവിൽ കൊതി കൂർന്ന ടേസ്റ്റ് കിട്ടണമെങ്കിൽ മലയാളി തന്നെ വേണം. അതെ, അതുകൊണ്ടാണ് മെയിനായിട്ട് നിങ്ങൾ കണ്ടല്ലോ എല്ലാവരും കണ്ടു തീർച്ചയായും മലയാളികളാണ്. അപ്പോൾ എന്നാലേ ഉള്ളൂ നമുക്ക് ആ നല്ലൊരു പ്രോപ്പറായിട്ടുള്ള ആ ഒരു ഇത് കൊടുക്കാൻ നമ്മൾ സാധിക്കുകയുള്ളൂ. അത് ശരി. അല്ല, എന്നോടൊരു കസ്റ്റമർ പറഞ്ഞത് ചില്ലീസിൻ്റെ പോർക്ക് ഫ്രൈ അതൊന്ന് ടേസ്റ്റ് ചെയ്യണം, അത് കിടക്കാച്ചി സാധനം എന്ന് പറഞ്ഞു. അതേക്കുറിച്ച് പോർക്ക് സ്പെഷ്യലാണ്, പോർക്ക് വിന്താലു. അത് ശരി. ഇത് ഇവിടുത്തെ ആളുകളൊക്കെ ഇവിടുത്തെ കൂടുതൽ ആവശ്യപ്പെടാറുണ്ടോ? അത് ഒരുപാട് ആൾക്കാർ മേടിക്കുന്ന ഒരു ഡിഷാണ് പോർക്ക് വിന്താലു. ഇവിടെ സ്പെഷ്യലായിട്ടുള്ള ഷെഫ് ഉണ്ടാക്കുന്നത് കല്ലറയിലുള്ള നമ്മുടെ ആണല്ലേ. നല്ല കിടക്കാച്ചി ഷെഫുകളാണ് എല്ലാവരും കേട്ടോ. വെറൈറ്റി വ്യത്യസ്തമായ ടേസ്റ്റിലാണ് ഓരോ ആഹാര സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. ഇതാ ഇവിടെ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ അവിടുന്ന് ആ കിച്ചണിൽ നിന്നുള്ള സ്മെല്ല് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആകെപ്പാടെ ഹാപ്പിയാണ്. അതേപോലെ തന്നെ നമ്മുടെ പ്രവർത്തന സമയമൊക്കെ എങ്ങനെയാണ് ചേട്ടാ? പ്രവർത്തനം സമയം രാവിലെ 7 മണി തൊട്ട് വൈകിട്ട് 11 മണിക്ക് സമയം. എനിക്കൊന്ന് കൂടുതൽ പാഴ്സൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? പാഴ്സലും ഹോം ഡെലിവറി ഉണ്ട്. അതിനോടൊപ്പം തന്നെ കസ്റ്റമർ ഈവനിങ് ടൈമിൽ നമുക്ക് ഇവിടെ ഫുള്ളായിരിക്കും. അത് ശരി. അപ്പോൾ ഈ കുട്ടികൾ ഫാമിലിയൊക്കെ വരുമ്പോൾ കുട്ടികളൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഐറ്റംസ് എന്താണ്? നമ്മൾ കൂടുതലായിട്ട് അവർ ലോലിപപ്പ് ആണല്ലേ, ചിക്കൻ ലോലിപപ്പ്, ഡ്രാഗൺ ചിക്കൻ. അതുപോലെ കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ ഞാൻ നമ്മുടെ മെനു കാർഡ് കണ്ടു. എന്തൊക്കെ സ്റ്റാർട്ടപ്പുകളാണ് വരുന്ന ആളുകൾക്ക്? ഒരു എനർജി ഡ്രിങ്ക് പോലെ. എനർജി ഡ്രിങ്ക്സുകൾ നമ്മൾ മിൻറ്റ് ലൈം ഫ്രഷ് ആണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. അത് ശരി. മിൻറ്റ് ലൈം വെൽക്കം ഡ്രിങ്ക്സ് ആയിട്ട് കൊടുക്കുന്നു കസ്റ്റമർ വരുമ്പോൾ. ഇത് ഒരു കസ്റ്റമർ വന്നു കഴിയുമ്പോൾ നമ്മൾ വെൽക്കം ഡ്രിങ്ക്സ് മിൻറ്റ് ലൈം, അത് ശരി, അത് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. പിന്നെ അടിപൊളി സൂപ്പ്, അതെന്താ പറയാഞ്ഞേ? സൂപ്പ് വെറൈറ്റി സൂപ്പുകൾ. നമ്മുടെ ഇവിടുത്തെ ഡിഷ് എന്ന് പറഞ്ഞാൽ ഹോട്ട് ആൻഡ് സോർ സൂപ്പാണ്. എല്ലാവരും ചോദിച്ചു വരുന്ന ഒരു ഡിഷാണ് ഹോട്ട്. അതുകൊണ്ടല്ലേ ഞാനും ചോദിച്ചേ. ഹോട്ട് ആൻഡ് സോർ ആണ് ഇവിടുത്തെ സ്പെഷ്യൽ. അത് ശരി. സ്പെഷ്യൽ വരുന്ന കസ്റ്റമർ ഹോട്ട് ആൻഡ് സോർ സൂപ്പ് ചോദിച്ചു വരുന്നവരുണ്ട് അല്ലേ? ഇനി നമുക്ക് മറ്റേ ബ്രാഞ്ചുകളൊക്കെ ഉണ്ടോ ചില്ലീസിന്? ഇല്ല, ഇത് ഒരു സ്റ്റാർട്ടപ്പാണ്. ഇത് എൻ്റെ ആഗ്രഹം ഇത് കഴിഞ്ഞ് തീർച്ചയായിട്ടും വരും. കാരണം ഇത്ര വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകൾ കൊടുത്തു കഴിഞ്ഞാൽ, നാവിൽ കൊതിയൂർന്ന ടേസ്റ്റുകൾ കൊടുത്തു കഴിഞ്ഞാൽ മലയാളികൾ ഏത് ലോകത്തും ഇവിടെ ഒന്നും പറന്നു വരും. അതിനത് യാതൊരു മാറ്റമില്ല. അതിൽ ഏറ്റവും ഉപരി നമ്മുടെ നല്ല സ്റ്റാഫാണ്. അതെ, കിച്ചണിലുള്ള സ്റ്റാഫ് നല്ല സഹകരണ മനോഭാവമുള്ളതാണ്. ടൈമിംഗ് ഒന്നും നോക്കത്തില്ല, ഒന്നുമില്ല. അങ്ങനെയുള്ള സ്റ്റാഫ് നമുക്ക് ഉള്ളതുകൊണ്ട് മാത്രമാണ് നല്ല രീതിയിൽ പോകാൻ സാധിക്കുന്നത്. അത് ശരി. എന്നാലും ഞങ്ങൾ ലൈറ്റിയുടെ രുചിക്കൂട്ടുമായിട്ട് ഇങ്ങനെ വ്യത്യസ്തമായ രുചികൾ തേടിയുള്ള യാത്രയിലാണ് ഞങ്ങൾ കോതനല്ലൂർ ചില്ലീസ് വന്നത്. ഭയങ്കര സന്തോഷമായി. ഇതെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതിന്. ഓക്കെ, അപ്പം എല്ലാവിധ വിജയാശംസകളും. ഓക്കെ, താങ്ക് യു. ചില്ലീസിലെ സ്ഥിരം കസ്റ്റമർ അദ്ദേഹം ഇവിടെ നിന്നാണ് വീട്ടിലേക്ക് ഫുഡ് മേടിക്കുന്നത്. അത്ര ടേസ്റ്റാണ്. പ്രിയപ്പെട്ട പ്രസാദേട്ടൻ. പ്രസാദേട്ടാ നമസ്കാരം. വളരെ യാദൃശ്ചികമായിട്ടാണ് ഞാൻ താങ്കളെ കണ്ടത്. അപ്പോൾ ഇവിടുത്തെ കസ്റ്റമറാണ്. അതെ. എന്തുകൊണ്ടാണ് ഇവിടെ തന്നെ ഇങ്ങനെ ഫുഡ് മേടിക്കണം? ഞാൻ കോട്ടയത്ത് നിന്ന് ഇങ്ങനെ പോരുമ്പോൾ ഇഷ്ടംപോലെ കടകളുണ്ട്. അത് ശരി. ഇഷ്ടംപോലെ കടകൾ. എങ്കിലും എനിക്ക് ഇവിടുത്തെ ഫുഡ് നല്ല ഇഷ്ടമാണ്. വീട്ടിൽ കൊണ്ടുവന്നാൽ നല്ല ടേസ്റ്റും ഉണ്ട്, ക്വാണ്ടിറ്റി ഉണ്ട്, ക്വാളിറ്റി ഉണ്ട്. അതെ, രണ്ടും ഉണ്ട്. അത് ശരി. പിന്നെ മിതമായ വിലയേ ഉള്ളൂ. പിന്നെ നല്ല തിരക്കുമുണ്ട് കടയിൽ. പിന്നെ നമ്മൾ സ്ഥിരം ധൈര്യത്തോടെ നമുക്ക് വീട്ടിലേക്ക് നമ്മൾ സ്ഥിരമായിട്ട് പരിഗണനുണ്ട് ഇവിടെ. അത് ശരി. അപ്പോൾ എന്തായാലും ഓക്കെ, പാഴ്സലൊക്കെ റെഡിയായെന്ന് പറഞ്ഞു. സന്തോഷം. വീണ്ടും കാണാം. ഇതെന്താണ് അറിയാമോ? ഇദ്ദേഹം പറഞ്ഞുതരും. എന്താണത്? ഇത് ഫിഷ് ഫിംഗറാണ്. ഫിഷ് ഫിംഗർ വിത്ത് ടാറ്റാർ സോസാണ് അതിൻ്റെ കോമ്പിനേഷൻ. ടാറ്റാർ സോസ്, കച്ചപ്പ്. അപ്പോൾ അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഈ സംഭവം ഇങ്ങനെ എൻ്റെ ക്യാമറാമാൻ അങ്ങനെ അങ്ങോട്ട് കൊടുക്കുകയാണ്. പുള്ളി അവിടെ നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. സൂപ്പർ. ഇതിൻ്റെ ഉടമസ്ഥനും ഒരെണ്ണം. അമ്പടാ, സൂപ്പറായിട്ടുണ്ട്. ഫിഷ് ഫിംഗർ നെയ്മീനാണ്. റിയാലിറ്റി അതിൻ്റെ ടേസ്റ്റ് വേണമെങ്കിൽ നെയ്മീൻ കൊണ്ട് ഉണ്ടാക്കിയാലേ ഉള്ളൂ. നമുക്ക് വേറെ മീനും കൊണ്ട് ഫിഷും കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ ആ റിയൽ ടേസ്റ്റ് വേണമെങ്കിൽ നെയ്മീൻ കൊണ്ട് ഉണ്ടാക്കും. ശരിക്കും നല്ല കിടുക്കാച്ച ടേസ്റ്റാണ് കേട്ടോ. അത് നെയ്മീനും കൊണ്ട് ഉണ്ടാക്കുന്ന ഇതൊക്കെ ആളുകൾ നമുക്ക് ആവശ്യപ്പെടാറുണ്ടല്ലേ? ഇഷ്ടം പോലെ. ഇത് മെയിനായിട്ട് സ്പെഷ്യലായിട്ട് മേടിക്കുന്നത്. നമ്മൾ അതുപോലെ ഓർഡർ അനുസരിച്ച് പാർട്ടിക്കൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. ഉണ്ട്. പാർട്ടി ഓർഡർ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവർ കൊണ്ട് അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഒരുപാട് കസ്റ്റമർ അത് പോകുന്നതാണ്. പോകുന്ന ഡിഷാണ്. ആണല്ലേ? അതിന് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ടാറ്റാർ സോസ്. സോസ് കൂട്ടിയാണ് അതിൻ്റെ കോമ്പിനേഷൻ. അതിന് മനസ്സിലായി. നാവിലാകെ ടേസ്റ്റ് കിട്ടി. അപ്പോൾ ഇങ്ങനെ നമ്മൾ അടുത്ത ടെസ്റ്റിലേക്ക് പോവാണ്. ഇത് എന്താണ് ചേട്ടാ? ഇതാണ് സ്പ്രിംഗ് റോൾസ്. അത് ശരി. ചിക്കൻ സ്പ്രിംഗ് റോൾസാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതും കൂടുതലായിട്ടും ഫാമിലിയൊക്കെ ചോദിക്കുന്ന ഒരു ഡിഷ് തന്നെയാണ്. അപ്പോൾ ആദ്യം ഉടമസ്ഥന്, ക്യാമറാമാന് ഞാൻ പിന്നല്ല തരാം. അപ്പോൾ ഇത് അടിപൊളി ടേസ്റ്റ്. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ടേസ്റ്റ് ചെയ്യണം കേട്ടോ.
ഈ നാവിൽ കൊതിയൂർന്ന ടേസ്റ്റ് നിങ്ങൾക്കറിയണമെങ്കിൽ ചില്ലീസിലേക്ക് കടന്നു വരണം. നല്ലൊരു ആംബിയൻസാണ്. ഫാമിലിയായിട്ടൊക്കെ ഇരുന്ന് കഴിക്കാൻ പറ്റിയ വ്യത്യസ്തമായ ഒരു നല്ല രസമുള്ള അറേഞ്ച്മെൻറ്റ്സുകളൊക്കെയാണ് ഇവിടെ ചേട്ടൻ ചെയ്തിരിക്കുന്നത്. അതിലുപരി ടേസ്റ്റും അപ്പോൾ ഇതിലേതാണ് ടേസ്റ്റ് കൂടുതൽ എന്നുള്ളതാണ് എനിക്ക് സംശയം. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? ഇത് ജൂലിയൻ കട്ടിങ് വെജിറ്റബിൾ, അത് ശരി. ഇത് ചിക്കനും ചെറുതായിട്ട് കട്ട് ചെയ്ത് റോൾ ചെയ്ത്, അത് ശരി. അതിലൂടെ ഉള്ള ഇത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ എന്തൊക്കെ രഹസ്യമുണ്ട് അതൊക്കെ ചേട്ടൻ മറച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ രഹസ്യമായിട്ട് വെച്ചേക്കുകയാണ്. ചില്ലീസിലെ മറ്റൊരു യോയോ സുഹൃത്തിനെ ഞാൻ കണ്ടു. നമ്മുടെ പ്രിയപ്പെട്ട ജിവിനോട് സ്ഥിരമായിട്ട് വരാറുണ്ടെന്നാണ് നമ്മുടെ അഗസ്റ്റിൻ ചേട്ടൻ പറഞ്ഞത്. എന്തുകൊണ്ടാണ് ചില്ലീസ് ഇങ്ങനെ സെലക്ട് ചെയ്യുന്നത്? സ്ഥിരം പാഴ്സൽ മേടിക്കാറുണ്ട്. പിന്നെ ഇവിടുത്തെ ആൾക്കാരുടെ ഇടപെടലും എല്ലാം നല്ലതാണ്. പിന്നെ ഫുഡ് അടിപൊളിയാണ്. പൊറോട്ടയാണ് മെയിൻ. നല്ല അടിപൊളി പൊറോട്ടയാണ്. നല്ല ചൂട് പൊറോട്ട, ഫ്രഷ് പൊറോട്ട കിട്ടും. പിന്നെ ഉള്ളത് അൽഫാമ ഐറ്റംസ് എല്ലാം പിന്നെ എല്ലാം ഞങ്ങൾ വെറൈറ്റി ടേസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. എല്ലാം നല്ലതാണ്, അതൊന്നും പറയാനില്ല. ചില്ലീസ് പോർക്ക് ഫ്രൈ കഴിച്ചിട്ടുണ്ട്? പോർക്ക് ഫ്രൈ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. അൽഫാം ബാക്കിയുള്ള എല്ലാം ട്രൈ ചെയ്തിട്ടുണ്ട്. അത് ശരി. അപ്പോൾ ഇന്ന് ട്രൈ ചെയ്യണം. അടിപൊളിയാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ. അടുത്ത് നമ്മളെ ക്യാൻഡിലുമായിട്ടൊക്കെ ഇങ്ങനെ മനോഹരമായിട്ട് അലങ്കരിച്ചിരിക്കുന്ന ആദ്യം വന്ന ഐറ്റം, അതിലേക്ക് നമ്മൾ പോവുകയാണ്. ഇത് എൻ്റെ പേരൊന്നുകൂടെ പറയണം. ഡ്രാഗൺ ഫയർ അൽഫാം. അത് ശരി. ഇതിൻ്റെ എന്താണ് പ്രത്യേകത? അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്താണ്? ഇതിനകത്ത് ഇടുന്നത് ഡ്രാഗണിൻ്റെ ഇതും, പിന്നെ ക്യാരറ്റ് സ്ലൈസ് ചെയ്തത്, പിന്നെ ക്യാപ്സിക്കം, ശരി, പിന്നെ അതിൻ്റെ സോസുകൾ, അതിൻ്റെ ചട്നിയാണ് അതിലും ഉപരിയായിട്ടുള്ള ഏറ്റവും വലിയ ടേസ്റ്റ് എന്ന് പറയുന്നത് ചട്നിയാണ്. ശരി. വിത്ത് മയണൈസ് എല്ലാം ഉണ്ട്. ഇത് അത് കാണുമ്പം തന്നെ നമ്മൾ ഇത് കഴിക്കാൻ തോന്നും. നാവിൽ കൊതി തുറന്നില്ലേ? നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി എങ്കിലും ഇങ്ങോട്ട് കമാൺ. നമ്മുടെ ചില്ലീസിലെ യോയോ പിള്ളേർ മാത്രമല്ല വരുന്നത്, നല്ല കിടക്കാച്ചി ഫാമിലി വരുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഒരു വെറൈറ്റി ഫാമിലിയുടെ ഒപ്പമാണ് ഞാനുള്ളത്. ചേട്ടാ പേര് പറഞ്ഞേ? എൻ്റെ പേര് ആൽബിൻ ജോസഫ്. ചേച്ചിയുടെ പേര്? ശരി. അപ്പോൾ ചില്ലീസിൽ വന്നപ്പോൾ ഭയങ്കര ചില്ലിയുടെ ഇരിക്കുന്നു. ഭയങ്കര ചില്ലാണ് നിങ്ങൾ, ഭയങ്കര ഹാപ്പിയാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഇവിടെ ഇപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട് ഞങ്ങൾ ടിക്ക കഴിക്കാറുണ്ട്. ശരി. അതുപോലെ ബാർബിക്യൂ കഴിക്കാറുണ്ട്. പല പ്രാവശ്യം വന്ന് കഴിക്കുന്ന നല്ല ഫുഡ്. ഫിഷ് ഫിംഗറൊക്കെ കഴിക്കാറുണ്ടല്ലേ? എല്ലാം കഴിക്കാറുണ്ട്. അങ്ങനെ എല്ലാ സാധനങ്ങളും കിട്ടുന്ന എന്തും കഴിക്കും. പക്ഷേ ഫുഡ് ഇവിടെ നല്ലതാണ്. അത് ശരി. നമ്മളെ വീട്ടിൽ കിട്ടുന്ന ചേച്ചി ഉണ്ടാക്കുന്ന ടേസ്റ്റ് ഉണ്ടോ? കുടുംബമോലെ ആവുകയല്ലേ? അത് വേണം. അപ്പോൾ എന്തായാലും അടിപൊളിയാണ്. അപ്പോൾ ചേച്ചിയെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു. താങ്ക് യു ചേട്ടാ. എങ്ങനെയുണ്ട് ഫുഡ്? അടിപൊളി. ഇതേ ടേസ്റ്റിലാണോ ചേട്ടൻ്റെ ഫുഡ് വീട്ടിൽ കൊടുക്കുന്നത്? ഇത്ര ഒക്കെ ടേസ്റ്റ് കൊടുക്കാൻ പറ്റുമോ? അല്ലേ? ശ്രമിക്കുന്നുണ്ട്, പക്ഷേ പറ്റുന്നില്ല. അപ്പോൾ ശ്രമിക്കണം. താങ്ക് യു. ചില്ലീസിൽ വന്നപ്പോഴാണ് ചില്ലീസിന് ഇത്രയും ടേസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. ഓരോ ഫുഡുകളും വെറൈറ്റിയാണ്. നാവിൽ കൊതി കൂറുന്ന വെറൈറ്റി രുചികളാണ് ചില്ലീസിലുള്ളത്. അപ്പോൾ പ്രിയപ്പെട്ട എല്ലാവരും ഇവിടേക്ക് വന്ന് ഇവിടുത്തെ ടേസ്റ്റുകളൊക്കെ മനസ്സിലാക്കണം. വീണ്ടും മറ്റൊരു രുചിക്കൂട്ടുമായി കാണും വരെ സൈനിങ് ഓഫ്. ക്യാമറാമാൻ റിജോയ് പറവൂരിനൊപ്പം ചില്ലീസിനൊപ്പം ഷിയാദ് ചങ്ങനാശ്ശേരി.